ഹരേ കൃഷ്ണ. മഹാഭാരതത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. വളരെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അഭിമന്യു ചക്രവ്യൂഹത്തിൽ പെട്ടുപോകുന്നതും, പക്ഷേ പെട്ടുപോയത് അഭിമന്യു അല്ല, കൗരവരായിരുന്നു. അവർ ചതിവിലൂടെ അഭിമന്യുവിനെ കൊന്നില്ലായിരുന്നുവെങ്കിൽ യുദ്ധം അന്നത്തെ ദിവസം തന്നെ തീർന്നേനെ. അത്രയ്ക്ക് അതിസാഹസികമായിട്ടായിരുന്നു അഭിമന്യുവിൻ്റെ യുദ്ധം. പക്ഷെ എന്നാലും കൗരവർ ചതിവിലൂടെ അഭിമന്യുവിനെ തകർത്തത് ഒട്ടും ശരിയായില്ല. അത് നിങ്ങൾ വിശദമായിട്ട് എല്ലാവരും പഠിച്ചു. ഇന്ന് നമ്മൾ മഹാഭാരതത്തിൽ പഠിക്കാൻ പോകുന്നത് അർജുൻ്റെ പ്രതികരണം എന്തായിരുന്നു, അർജുൻ എങ്ങനെ ഈ ദുഃഖവാർത്തയെ നേരിട്ടു, അത് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതഃ സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധേ നാമിനേ നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാദാമധായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനേ ശ്രീവാർഷഭാനവീ ദേവി ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വലപ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരുദാപസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാവിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമാ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരദോ ഭംഗോർമമ മന്ദമതേർഗതി മത്സർവസ്വപാദാംഭോജോ രാധാ മദനമോഹനോ. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാലഭേ സേവ്യമാനോ സ്മരാമി. ശ്രീമൻരാസരസാരംഭീ വംശീപടത്തടസ്ഥിത കർഷൻ വേണുസ്വനൈർഗോപിർഗോപിനാഥശ്രീസ്തുനാ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ
जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे मूकं करोति वाचालं पङ्गुं लङ्कायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं हरि ओं तत्सत्. हरे कृष्ण. സൂര്യാസ്തമയം ആയപ്പോൾ അർജുൻ ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു ഭഗവാനെ രഥം ഇനി ശിബിരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ആയിരക്കണക്കിന് സംശപ്തകന്മാരെ അർജുൻ വകവരുത്തി. രഥത്തിൽ നിന്നും ഇറങ്ങി ഭഗവാൻ കൃഷ്ണനോടൊപ്പം സന്ധ്യാവന്ദനം ചെയ്തു. എന്നിട്ട് രണ്ട് കൂട്ടുകാരും കൂടെ രഥത്തിൽ കയറി ഇരുട്ടത്ത് യുധിഷ്ഠിരൻ്റെ ശിബിരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ അർജുനന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല വിഷമം തോന്നുന്നു. അർജുൻ പറഞ്ഞു, ഗോവിന്ദ, എന്താണെന്നറിയില്ല, എനിക്ക് ഒരുപാട് ദുഃഖം തോന്നുന്നു. ഒരുപാട് ദുർനിമിത്തങ്ങൾ ഞാൻ ചുറ്റും കാണുന്നു. എൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നു. വളരെ ദുർബലമായിട്ട് എനിക്ക് തോന്നുന്നു. എന്തോ വലിയൊരു ആപത്ത് സംഭവിച്ചുവെന്ന് എനിക്ക് തോന്നുന്നു. യുധിഷ്ഠിര മഹാരാജന് എല്ലാം സുഖം തന്നെ ആയിരിക്കത്തില്ലേ? എൻ്റെ മുതിർന്ന എല്ലാവരും സുഖമായിട്ടിരിക്കുമായിരിക്കുമല്ലോ എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ്. ഭഗവാൻ വളരെ വിദഗ്ധമായിട്ട് രഥം ഒട്ടിച്ചുകൊണ്ട് അവിടെ കുറേ ശവങ്ങളെല്ലാം കുന്നുകൂടി കിടക്കുന്നു. അതിൻ്റെ മധ്യത്തിലൂടെ ഭഗവാൻ ഇങ്ങനെ രഥം അങ്ങോട്ടും ഇങ്ങോട്ടും ശവങ്ങളെ ഒന്നും അവരുടെ മുകളിൽ കൂടെ രഥം ഒട്ടിക്കാതെ വലതും ഇടതും ഒക്കെ തിരിച്ച് പല രീതിയിലും വിദഗ്ധമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുക. ഭഗവാൻ പറഞ്ഞു, ഈ ഇത്രയും കൗരവ ശവങ്ങൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നിൻ്റെ സഹോദരന്മാരും മന്ത്രിമാരും എല്ലാവരും സുഖമായിട്ടിരിക്കുമായിരിക്കും. വേറെ തെറ്റായിട്ട് നീ ഒന്നും ചിന്തിക്കേണ്ട. പക്ഷെ എന്നാലും എന്തോ ഒരു വലിയ ആപത്ത് ഉണ്ടായിട്ടുണ്ട്. അർജുൻ ഇപ്പോഴും വളരെയധികം ദുഃഖിതനാണ്. ഭഗവാന്റെ വാക്കുകളെ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ രഥം മുന്നോട്ട് നീങ്ങുകയാണ്. അർജുൻ ദ്രോണാചാര്യരെക്കുറിച്ച് ചിന്തിച്ചു. മിക്കവാറും ദ്രോണാചാര്യ യുധിഷ്ഠിരനെ ബന്ദിയാക്കാൻ ശ്രമിച്ചു കാണും. ഇനി അതിൽ ദ്രോണാചാര്യ വിജയിച്ചു കാണുമോ? അത് ഓർത്തപ്പോഴേ അർജുന് വിറയൽ തുടങ്ങി. യുധിഷ്ഠിരൻ എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അർജുനന് ജീവനോടെ ഇരിക്കാൻ കഴിയില്ല. എത്ര രാത്രിയാണെങ്കിലും അന്ന് തന്നെ കൗരവ സൈന്യത്തെ മുഴുവൻ ഞാൻ തീർക്കും എന്ന് അർജുൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനത്തെ കൗരവർ മരിക്കുന്നവരെ ഞാൻ യുദ്ധം ചെയ്യും എന്ന് അർജുൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറിനുള്ളിൽ അവർ പാണ്ഡവ ശിബിരത്തിൻ്റെ അടുത്തെത്തി. അവർ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അർജുൻ ചുറ്റും നോക്കുകയായിരുന്നു. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ജനാർദ്ദന, ശുഭകരമായിട്ടുള്ള വാദ്യ ഉപകരണങ്ങളുടെ ശബ്ദമൊന്നും ഞാൻ കേൾക്കുന്നില്ലല്ലോ. നമ്മൾ ജയിച്ചതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുന്നില്ല. എല്ലാ സംഗീത വിദ്വാൻമാരും നമ്മളെ സ്തുതിക്കുന്ന അവരാരും ഇന്നത്തെ വിജയഗാഥകൾ പാടുന്നില്ല. എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല. എല്ലാവരും മുഖം മാറ്റുന്നു. ആരും എന്നെ ബഹുമാനിക്കാനായിട്ടോ പ്രണാമം പറയാനായിട്ടോ മുന്നോട്ട് വരുന്നില്ല. മാധവ, എല്ലാം നന്നായിട്ട് തന്നെ ഇരിക്കുമല്ലേ? എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നു. എൻ്റെ സഹോദരങ്ങളെല്ലാം സുഖമായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്? ഇവരെല്ലാം ദുഃഖിതരായിട്ട് കണ്ടിട്ട് എൻ്റെ മനസ്സ് ഒരുപാട് പരിഭ്രാന്തിയിലാകുകയാണ്. ദ്രുപദൻ ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. വിരാട് രാജ്യത്തിലെ രാജാവിനൊന്നും സംഭവിച്ചില്ലല്ലോ. എന്താണ് നമ്മുടെ യോദ്ധാക്കൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് അർജുൻ പരിഭ്രാന്തിയോടുകൂടി ഭഗവാനോട് ചോദിക്കുകയാണ്. പിന്നെ അർജുൻ സത്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. പൊതുവേ യുദ്ധകളത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അഭിമന്യുവാണ് എപ്പോഴും സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അഭിമന്യു മുന്നോട്ട് വന്നിട്ടില്ല. അതേ സമയത്ത് വരുന്ന വഴിക്ക് പല യോദ്ധാക്കളും തമ്മിൽ ദ്രോണാചാര്യരുടെ ചക്രവ്യൂഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിട്ട് കേട്ടു. അപ്പോൾ അർജുൻ ആ ഭയം ഉള്ളിൽ കൂടുതൽ ശക്തമായി.
പാണ്ഡവ സൈന്യത്തിൽ 2 പേർക്ക് മാത്രമേ ചക്രവ്യൂഹം ഭേദിക്കാൻ അറിയൂ, ഒന്ന് അഭിമന്യുവും പിന്നെ ഞാനും എന്ന് അർജുൻ ചിന്തിക്കുകയാണ്. അവസാനം ആ പ്രധാന ശിബിരത്തിൽ അവിടെ എത്തി അർജുൻ രഥത്തിൽ നിന്നിറങ്ങി ഭഗവാൻ കൃഷ്ണനോടൊപ്പം ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ പാണ്ഡവരെല്ലാവരും തലകുനിച്ച് വിഷമിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ആരും അർജുനോടൊന്നും പറഞ്ഞില്ല. അർജുൻ്റെ നോട്ടം പോലും സഹിക്കാനുള്ള ഒരു ധൈര്യം ആർക്കും തോന്നിയില്ല. എല്ലാവരും അവരവരുടെ ആസനത്തിൽ ഇരുന്നുകൊണ്ട് ഞെരുവിരി കൊള്ളുകയായിരുന്നു. പിന്നെ അർജുൻ കണ്ടു, അർജുൻ്റെ മകനായ അഭിമന്യുവിൻ്റെ ആസനം രക്തമായിട്ടിരിക്കുന്നു. ഇത് കണ്ടിട്ട് അർജുൻ്റെ ഹൃദയം സ്തംഭിച്ചു. അർജുൻ യുധിഷ്ഠിരൻ്റെ അടുത്ത് നിന്നിട്ട് കൈകൂപ്പി നിന്നിട്ട് പറഞ്ഞു. എന്നിട്ട് ഓരോ സഹോദരങ്ങളുടെയും മുഖം വാടിയിരിക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു, ജ്യേഷ്ഠ, നിങ്ങളെല്ലാവരും എന്താണ് ഇങ്ങനെ ദുഃഖിതരായിട്ടിരിക്കുന്നത്? അഭിമന്യു എവിടെ? അഭിമന്യു എന്നെ സ്വാഗതം ചെയ്യാൻ വന്നില്ല. ഞാൻ കേട്ടു കൗരവർ ഇന്ന് ചക്രവ്യൂഹം രചിച്ചു എന്ന്. അർജുനൊഴികെ നിങ്ങൾക്ക് ആർക്കും ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. പക്ഷെ അവന് തിരിച്ചു വരാൻ കഴിയില്ല. നിങ്ങൾ എൻ്റെ മകനെ നിർബന്ധിച്ചോ ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കാനായിട്ട്? എന്നിട്ട് എൻ്റെ ആ വീരയോദ്ധാവായ മകൻ എല്ലാ യോദ്ധാക്കളെയും കൊന്ന് അവസാനം അവരുടെ ചതിവിൽപ്പെട്ട് ഒറ്റയ്ക്ക് മരിച്ചോ? ഇതൊക്കെ ഓർത്ത് അർജുൻ പൊട്ടി കരയാൻ തുടങ്ങി. മുട്ടുകുത്തി വീണു. എന്നിട്ട് യുധിഷ്ഠിരൻ്റെ മുമ്പിൽ പറഞ്ഞു, ജ്യേഷ്ഠ, പറയൂ, എൻ്റെ മകൻ എങ്ങനെയാണ് വീണത്? മഹാശക്തനായിട്ടുള്ള എൻ്റെ മകൻ ദേഷ്യത്താൽ കണ്ണു ചുമന്ന് നിന്ന് ആരും ഭയപ്പെടും അവൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട്. കാട്ടിലെ ശക്തനായിട്ടുള്ളൊരു സിംഹത്തെ പോലെയായിരുന്നു എൻ്റെ മകൻ. ദേവേന്ദ്രനെ പോലെ ശക്തനായിരുന്നു. അവ എങ്ങനെ മരിച്ചു വീണു? അർജുൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് കാഴ്ച കണ്ടിട്ട് യുധിഷ്ഠിരൻ്റെ കണ്ണും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴേക്കും അർജുന് മനസ്സിലായി, ഭയപ്പെട്ടത് എന്താണോ അത് തന്നെ നടന്നിരിക്കുകയാണ്. യുധിഷ്ഠിരൻ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ അർജുന് മനസ്സിലായി, അർജുൻ ചിന്തിച്ചത് സത്യമാണ്. ദീർഘശ്വാസം എടുത്തിട്ട് അർജുൻ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ്റെ തല കാലിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് കുനിഞ്ഞ് ഇരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖവും മടിയിലിങ്ങനെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ നിമിഷങ്ങൾക്ക് ശേഷം ശബ്ദമെല്ലാം ഇടറി അർജുൻ പറയുകയാണ്, എത്ര വലിയ മൂഢരായിട്ടുള്ള യോദ്ധാക്കളാണ്! അവരുടെ സമയം എടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് എൻ്റെ മകനെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുമോ? സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് അവൻ്റെ അമ്മാവൻ. എല്ലാ വേദശാസ്ത്രങ്ങളും അറിയാം അവന്. എന്നിട്ട് അർജുൻ പറയുകയാണ്, എനിക്ക് എൻ്റെ മകനെ എത്രയും പെട്ടെന്ന് കണ്ടേ പറ്റൂ. എൻ്റെ ഭഗവാൻ കേശവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു അവൻ. കേശവൻ്റെ സഹോദരിയായ സുഭദ്രയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനാണ്. അവനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അധികം താമസിക്കാതെ യമപുരിയിലേക്ക് പോകുന്നു. എന്നിട്ട് അഭിമന്യുവിൻ്റെ ആ സൗന്ദര്യത്തെയും മുഖഭാവത്തെയൊക്കെ വർണ്ണിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ അർജുൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. അർജുൻ്റെ തോളത്ത് കൈവച്ച് അർജുനെ ആശ്വസിപ്പിക്കുകയാണ്. കുറേ നേരം ഉറക്കെ കരഞ്ഞുകൊണ്ടേയിരുന്നു അർജുൻ. മകൻ്റെ ഓരോ ഗുണങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ചുറ്റുമുള്ള പാണ്ഡവ സഹോദരന്മാർ നിശബ്ദരായിട്ട് എല്ലാം കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കും ഒരുപാട് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ പറയുന്നു, എൻ്റെ കുഞ്ഞു മകനായിരുന്നുവെങ്കിലും അവൻ എന്നെക്കാട്ടി മുതിർന്നവനായിരുന്നു. എല്ലാവിധ സദ്ഗുണങ്ങളും ഉണ്ട്. ഒരുപാട് കൃതജ്ഞതയുള്ള, നന്ദിയുള്ള, മുതിർന്നവരെ എപ്പോഴും ബഹുമാനിക്കുന്ന, എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന, ആത്മനിയന്ത്രണവും മനോനിയന്ത്രണവുമുള്ള, ഒരു തരത്തിലുള്ള പാപകർമ്മങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ സത്യത്തിനും ധർമ്മത്തിലും മാത്രം ഉറച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ പുണ്യാത്മാവായിരുന്നു എൻ്റെ മകൻ. അവൻ ഏറ്റവും നല്ല ഭക്തനായിരുന്നു. ഒരിക്കലും യുദ്ധത്തിൽ ആദ്യം അവൻ ആരെ ആക്രമിക്കാറില്ല.
നിസ്സഹായരായിട്ടിരിക്കുന്ന വ്യക്തികളെ ആക്രമിക്കത്തില്ല. പക്ഷെ അതേ സമയത്ത് ശത്രുക്കൾക്ക് വലിയൊരു ഭയമായിരുന്നു അവൻ. അവൻ്റെ സുഹൃത്തുക്കൾക്ക് ഏറ്റവും വലിയ ആശ്രയമായിരുന്നു. അവ എങ്ങനെയാണ് യുദ്ധത്തിൽ മരിച്ചത്? ഇത്രയും പറഞ്ഞ് അർജുൻ ഭൂമിയിൽ വീഴുകയാണ്. അഭിമന്യു, അഭിമന്യു, അഭിമന്യു എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അർജുൻ ബോധം കെട്ട് വീഴുകയാണ്. എങ്ങനെയൊക്കെയോ സ്വയം നിയന്ത്രിച്ച് പറഞ്ഞു, ഇന്നെൻ്റെ മകൻ വെറും തറയിൽ കിടക്കുകയാണ്. അവനെ പരിചരിക്കാനായിട്ട് എത്രയോ സേവകരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ചെന്നായ്ക്കൾക്കും കഴുകന്മാർക്കും ഭക്ഷണമായിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ സുന്ദര ശരീരം. ഞാൻ എത്ര വലിയ നിർഭാഗ്യനാണ്. ഞാൻ ഇന്ന് നിന്നെ നഷ്ടപ്പെട്ടു. ദേവന്മാർ എത്ര ഭാഗ്യവാനാണ്, അവർക്ക് നിന്നെ ലഭിച്ചു. യമരാജനും ഇന്ദ്രനും കുബേരനും വരുണനും എല്ലാം നിന്നെ ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തു കാണും. അർജുൻ യുധിഷ്ഠിരനെ നോക്കി. യുധിഷ്ഠിരനും വളരെ നിസ്സഹായ അവസ്ഥയിൽ അർജുനെ നോക്കുകയാണ്. കണ്ണൊക്കെ ചുമന്ന് ദേഷ്യത്തിൽ വിറച്ച് അർജുൻ പറഞ്ഞു, പറയൂ ശ്രേഷ്ഠരായിട്ടുള്ള യോദ്ധാക്കളെ, എൻ്റെ മകൻ സ്വർഗത്തിൽ പോയോ? ഒറ്റയ്ക്ക് തന്നെ ഒരുപാട് യോദ്ധാക്കളുമായിട്ട് അവന് യുദ്ധം ചെയ്യേണ്ടി വന്നോ? ആയിരക്കണക്കിന് യോദ്ധാക്കളെ കൊന്നിട്ട് എൻ്റെ മകൻ സ്വർഗപ്രാപ്തിയിലേക്ക് പോയോ? അവൻ തീർച്ചയായിട്ടും എന്നെ ആലോചിച്ച് കാണും. ദുര്യോധനും ദ്രോണരും കർണനും കൃപനുമായിട്ട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തപ്പോൾ അവൻ വിചാരിച്ചു കാണും എൻ്റെ അച്ഛൻ എന്നെ രക്ഷിക്കാൻ വരുമെന്ന്. പക്ഷേ ഒരു ദയയും ദാക്ഷിണ്യം ഇല്ലാത്ത ആ ക്രൂരന്മാരെല്ലാവരും കൂടെ എൻ്റെ മകനെ കൊന്നു. പക്ഷെ എനിക്ക് അതിൽ സംശയമുണ്ട്. കാരണം വൃഷ്ണികുലത്തിലെ രാജകുമാരിയുടെ മകനാണ് അവൻ. അതുകൊണ്ട് ധീര യോദ്ധാവാണ്. ഒരിക്കലും അങ്ങനെ അച്ഛൻ്റെ പേരും പറഞ്ഞ് അവൻ കരഞ്ഞു കാണത്തില്ല. അവസാന നിമിഷം വരെ അവൻ ദുഃഖിച്ചു കാണത്തില്ലെന്ന് എനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട്. അർജുൻ എങ്ങനെയൊക്കെയോ നിയന്ത്രിച്ച് എന്നിട്ട് സ്വയം ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് ഞാൻ ഈ ചതിയെ തിരിച്ചറിഞ്ഞില്ല? ദുര്യോധൻ്റെ വലിയൊരു കെണിയായിരുന്നു ഇത്. ഞാൻ എന്തുകൊണ്ടത് തിരിച്ചറിഞ്ഞില്ല? മറ്റ് സംശപ്തകന്മാരുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയില്ലായിരുന്നുവെങ്കിൽ അഭിമന്യു ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. സ്വന്തം ആൾക്കാരെ രക്ഷിക്കുന്നതിന് പകരം ഞാൻ മറ്റേതോ ലക്ഷ്യത്തിന് വേണ്ടി പോയി. എന്നിട്ട് അർജുൻ ചിന്തിക്കുകയാണ്, തീർച്ചയായിട്ടും എൻ്റെ ഹൃദയം കല്ലാണ്. എന്തുകൊണ്ട് ഈ വാർത്ത അറിഞ്ഞിട്ട് എൻ്റെ ഹൃദയം തകരുന്നില്ല? ഇത് കേട്ടിട്ട് സുഭദ്രയും ദ്രൗപദിയും എന്തുമാത്രം ദുഃഖിക്കും. അവരോട് ഞാൻ എന്താ മറുപടി പറയുക? അവരോട് എങ്ങനെ പറയും ഇപ്പം വെറും തണുത്ത തറയിൽ അഭിമന്യു കിടക്കുകയാണെന്ന്? ഞാൻ ഉത്തരയോട് എന്ത് പറയും? പതിവ്രതയായ അതീവ സുന്ദരിയായ എൻ്റെ മരുമകളോട് ഞാൻ എന്ത് പറയും? ഞാൻ യുദ്ധകളത്തിൽ തിരിച്ചെത്തുന്ന വരെയായിരിക്കും കൗരവരുടെ സന്തോഷം. കാരണം നാളെ എൻ്റെ മകൻ്റെ മരണത്തിന് ഞാൻ പ്രതികാരം തീർക്കും. അർജുൻ ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, അങ്ങേക്ക് എല്ലാം അറിയാവുന്ന ആളല്ലേ മാധവ, അങ്ങ് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഇങ്ങനെ ഒരു ചതി ഇവിടെ നടക്കുന്നതായിട്ട്? അതറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ കൗരവരെ മുഴുവൻ ഭസ്മമാക്കിയേനെ. ഒരു പിഞ്ചു പയ്യൻ്റെ മേളിൽ അവർക്ക് എല്ലാവർക്കും ഒറ്റയ്ക്ക് നിസ്സഹായനായിട്ട് നിൽക്കുന്ന ആ പയ്യനെതിരെ എങ്ങനെയാണ് അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞത്? അത് ഞാനില്ലാതിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് അവനെ സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു. അങ്ങ് എങ്ങനെ ഇത് അനുവദിച്ചു കൃഷ്ണ എന്ന് ചോദിച്ചു. ഭഗവാൻ കൃഷ്ണൻ അർജുനെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, അർജുന, ഇങ്ങനെ കരയരുത്. എല്ലാ വീരയോദ്ധാക്കളുടെയും അന്ത്യം ഇങ്ങനെ തന്നെയാണ്. വേദശാസ്ത്രങ്ങളെയൊക്കെ പഠിച്ച നിനക്ക് ഇതെല്ലാം അറിഞ്ഞൂടെ? ക്ഷത്രിയന്മാരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷം തന്നെ ഇങ്ങനെയുള്ളൊരു മരണമാണ്. വലിയ വീരനായകന്മാർ ഇങ്ങനെയുള്ള മരണമാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനൊരു മരണം കിട്ടാൻ യോദ്ധാക്കൾ കൊതിക്കാറുണ്ട്. അതുകൊണ്ട് അഭിമന്യുവിനെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കരുത്. അഭിമന്യു എത്തേണ്ടടുത്ത് എത്തിയിരിക്കുകയാണ്.
നീ നിൻ്റെ സഹോദരങ്ങളെയും വലിയ ദുഃഖത്തിലാക്കുകയാണ്. നിനക്കെല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് എല്ലാ ദുഃഖത്തിൽ നിന്ന് നീ പുറത്തു വരൂ എന്ന് ഭഗവാൻ പറഞ്ഞു. അർജുൻ മെല്ലെ യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജ്, പറയൂ, വിശദമായിട്ട് പറയൂ, എൻ്റെ മകൻ എങ്ങനെയാണ് മരിച്ചതെന്ന്. അർജുൻ്റെ വിഷമം ഒരു ദേഷ്യമായിട്ട് മെല്ലെ മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ശത്രുക്കളെ അവ എങ്ങനെയാണ് കൊന്നത്, എൻ്റെ അഭിമന്യു എങ്ങനെ അവരുമായിട്ട് യുദ്ധം ചെയ്തു എന്നങ്ങ് പറയൂ. ഞാൻ അവരെ എല്ലാവരെയും ഭസ്മമാക്കുന്നതായിരിക്കും. അവരുടെ ആനകളെയും രഥങ്ങളെയും കുതിരകളെയും എല്ലാം ഞാൻ ഭസ്മമാക്കുമായിരിക്കും. പക്ഷേ അങ്ങ് എന്തുകൊണ്ടത് ചെയ്തില്ല? ഭീമനും അങ്ങും നകുല സഹദേവന്മാരും എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ മകൻ ഒറ്റയ്ക്ക് എങ്ങനെ യുദ്ധം ചെയ്തു? നിങ്ങൾക്ക് ആർക്കും ഒരു ശക്തിയില്ല. നിങ്ങൾ നോക്കി നിൽക്കാൻ എൻ്റെ മകൻ മരിച്ചല്ലോ. എന്നിട്ട് അർജുൻ വീണ്ടും അഭിമന്യു ഇരിക്കുന്ന ആ ആസനത്തിലേക്ക് നോക്കി. എന്നിട്ട് അർജുൻ ചിന്തിക്കുകയാണ്, എൻ്റെ അഭിമന്യുവിൻ്റെ മരണത്തിന് ഇവരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? വിധി തന്നെയാണ്. വിധി ആണ് എല്ലാവരുടെയും മരണത്തിന് കെണി വയ്ക്കുന്നത്. പക്ഷെ എന്നാലും അത് സ്വീകരിക്കാൻ അർജുനന് ബുദ്ധിമുട്ടായിരുന്നു. എന്തുകൊണ്ട് അഭിമന്യുവിൻ്റെ അടുത്ത് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല? അഭിമന്യുവിന് ഏറ്റവും കൂടുതൽ എൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അർജുൻ വീണ്ടും വീണ്ടും തല കുലുക്കിയിട്ട് പറഞ്ഞു, ഞാൻ എന്നെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി. ഉറക്കെ പറയുകയാണ്, നിങ്ങളെല്ലാവരും ഭീരുക്കളായിരുന്നു ഞാൻ ആദ്യമേ അറിഞ്ഞിരിക്കണമായിരുന്നു. നിങ്ങളെല്ലാവരും വീരയോദ്ധാക്കളാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടല്ലേ നിങ്ങളെ വിശ്വസിച്ച് ഞാൻ പോയത്. നിങ്ങളുടെ ഈ ആയുധങ്ങളും കവചങ്ങളും കൊണ്ട് എല്ലാം വെറും അലങ്കാര വസ്തുക്കൾ മാത്രമാണ്. നിങ്ങളുടെ ഈ വാചകവടി വലിയ സഭയിൽ മാത്രമേ ഉള്ളൂ. യുദ്ധകളത്തിൽ നിങ്ങൾക്ക് ഒരു ധൈര്യവും വീര്യവും ശൗര്യവും ഇല്ലെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും ഉണ്ടായിട്ടും എൻ്റെ മകനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ അർജുൻ പറയാം. ആർക്കും മിണ്ടാനുള്ള ധൈര്യം തോന്നിയില്ല. അർജുൻ അവസാനം അർജുൻ്റെ ആസനത്തിലേക്ക് പോയിരിക്കുകയാണ്. വാള് അർജുൻ്റെ അരയിൽ ഇപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. കയ്യിൽ ഗാണ്ഡീവം ഇരിക്കുന്നു. കണ്ണൊക്കെ ഇങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂട് കണ്ണീര് അർജുൻ്റെ കണ്ണീർ നിന്ന് ഇങ്ങനെ കവളത്ത് ഇങ്ങനെ ഒഴുകി വരികയാണ്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ആർക്കും വീണ്ടും വീണ്ടും അർജുൻ ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുന്നു. അത് സമ്മതിക്കാനേ പറ്റുന്നില്ല. ദീർഘശ്വാസം എടുത്തുകൊണ്ടേയിരിക്കുന്നു. ആർക്കും അർജുൻ്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം തോന്നിയില്ല. ഭഗവാൻ കൃഷ്ണനും യുധിഷ്ഠിരനും മാത്രമേ അർജുനോട് എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ. കുറേ നിമിഷങ്ങൾക്ക് ശേഷം യുധിഷ്ഠിരൻ പറഞ്ഞു, വീരഭാവു, നീ സംശക്തന്മാരുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ദ്രോണാചാര്യർ എന്നെ ബന്ദിയാക്കാനുള്ള കെണി പണിഞ്ഞു. ചക്രവ്യൂഹത്തെ രചിച്ച് നമ്മളെ ആക്രമിക്കാൻ ആരംഭിച്ചു. എല്ലാ ദിശകളിൽ നിന്നും അസംഖ്യം അസ്ത്രങ്ങൾ ചീറിപ്പാഞ്ഞു വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ തന്നെയാണ് നിൻ്റെ മകനോട് ആ വ്യൂഹത്തിനുള്ളിൽ പ്രവേശിക്കാൻ പറഞ്ഞത്. ആ അഭിമന്യുവിനോടൊപ്പം നമ്മളെല്ലാവരും കൂടെ വ്യൂഹത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ചിരുന്നു. ഒട്ടും താമസിക്കാതെ നിൻ്റെ വീരമകൻ ഗരുഡൻ എങ്ങനെയാണോ സമുദ്രത്തെ വറ്റിക്കാൻ പോകുന്നത്, അതേപോലെ അതിവേഗതയിൽ വ്യൂഹത്തെ തകർത്തുകൊണ്ട് അകത്തോട്ട് പ്രവേശിച്ചു. നമ്മൾ നമ്മുടെ എല്ലാവരുടെയും ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുറകെ പിന്തുടർന്നു. പക്ഷേ നിസ്സാരനായിട്ടുള്ള സിന്ധു രാജാവ് ജയദ്രഥൻ നമ്മളെ തടഞ്ഞു. പിന്നെ വ്യാസമഹർഷിയിൽ നിന്ന് നമ്മൾ കേട്ടു, മഹാദേവനിൽ നിന്നും അവന് വരദാനം കിട്ടിയിരുന്നു. അവൻ ഒരു ദിവസം നമ്മളെ 4 പേരെ, നീ ഒഴികെ നമ്മൾ 4 പേരെയും യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയുന്നു. അങ്ങനെ നിൻ്റെ മകൻ ഒറ്റയ്ക്കായിരുന്നു ചക്രവ്യൂഹത്തിൽ. 6 മഹാരഥികൾ അവനെ ചുറ്റി വളഞ്ഞു. അവർ അവൻ്റെ രഥത്തെ തകർത്തു, കവചത്തെ തകർത്തു, എല്ലാ ആയുധങ്ങളെയും തകർത്തു. അവൻ യുദ്ധം ചെയ്ത് തളർന്നിരിക്കുന്ന സമയത്ത് ദുശാസൻ്റെ 7ാമത്തെ മകൻ അവനെ കൊന്നു. ഇത് കേട്ടുടൻ തന്നെ അർജുൻ തകർന്നു. ഉറക്കെ കരയാൻ തുടങ്ങി. അലറി കരയാൻ തുടങ്ങി. യുധിഷ്ഠിരൻ കുറേ നേരം മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, പക്ഷെ അർജുന, അവൻ പോകുന്നതിന് മുമ്പേ അസംഖ്യം യോദ്ധാക്കളെയും കൊന്നിട്ടാണ് അവൻ പോയത്. എത്രയോ രാജാക്കന്മാരെയും മഹാരഥികളെയും അവൻ തീർത്തു. അവ ഇപ്പോൾ സ്വർഗലോകത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.
അത് കാരണം അഭിമന്യുവിനെ പോലെ ഒരു യോദ്ധാവ് ഇത് നമ്മുടെ കൂട്ടത്തിൽ ഇല്ലല്ലോ എന്നോർത്ത് മാത്രമാണ് നമ്മൾ ദുഃഖിക്കുന്നത്. ഇത് കേട്ട ഉടൻ തന്നെ മോനെ, എൻ്റെ മകനെ അഭിമന്യു എന്ന് പറഞ്ഞ അർജുൻ ഭൂമി കിടന്ന് ഉരുളുകയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം സഹിക്കാൻ പറ്റാതെ നോക്കുകയാണ്. ആർക്കും അർജുനോട് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. എങ്ങനെയൊക്കെയോ സ്വയം നിയന്ത്രിച്ച് അർജുൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പനി കൊണ്ട് വിറയ്ക്കുന്നത് പോലെ അർജുൻ വിറയ്ക്കുകയായിരുന്നു. കൈയൊക്കെ ഇങ്ങനെ വിറച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി, ശബ്ദത്തെ നിയന്ത്രിച്ചുകൊണ്ട്, പക്ഷെ അതേ സമയത്ത് ക്രോധത്താൽ സഹിക്കാൻ പറ്റാതെ അർജുൻ പറയുകയാണ്, ഞാനിതാ സത്യം ചെയ്ത് പറയുന്നു, നാളത്തെ ദിവസം ഞാൻ ജയദ്രഥനെ കൊന്നിരിക്കും. സാക്ഷാൽ ദുര്യോധനെ തഴഞ്ഞിട്ട് അവൻ്റെ പ്രാണനും കൊണ്ട് ഓടിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നാളെ ജയദ്രഥനെ കൊന്നിരിക്കും. അവൻ യുദ്ധകളത്തിൽ നിൽക്കുകയാണെങ്കിൽ, അവൻ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനെയോ അങ്ങേ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആശ്രയം എടുത്തില്ല എങ്കിൽ അവൻ തീർച്ചയായിട്ടും നാളെ മരിക്കുന്നതായിരിക്കും. ദ്രോണാചാര്യരോ കൃപാചാര്യരോ ആരവനെ സംരക്ഷിക്കുകയാണെങ്കിൽ അവരെല്ലാം ഞാൻ തകർക്കും എന്നുള്ള. തീർച്ചയായിട്ടും അവൻ കാരണമാണ് എൻ്റെ മകൻ മരിച്ചത്. ഈ ക്രൂരതയ്ക്ക് അവൻ്റെ മരണം കൊണ്ട് ഞാൻ പകരം ചോദിക്കുന്നതായിരിക്കും. അവൻ തീർച്ചയായിട്ടും മരിക്കും. അർജുൻ്റെ എല്ലാ ദേഷ്യവും ജയദ്രഥൻ്റെ മേലിലോട്ട് ജയദ്രഥനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ദേഷ്യം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനു മുമ്പേയും ജയദ്രഥൻ ദ്രൗപദിയെ അപമാനിക്കാൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഈ പ്രാവശ്യം അവൻ എന്തായാലും രക്ഷപ്പെടത്തില്ല. 6 മഹാരഥികൾ ചേർന്നാണ് അർജുനെ കൊന്നതെങ്കിലും, അതിന് കൂട്ടുനിന്നെങ്കിലും, ദുർജയനാണ് അഭിമന്യുവിനെ കൊന്നത് എങ്കിലും ജയദ്രഥനാണ് ഇതിന് കാരണമായത്. കാരണം യുദ്ധത്തിൽ പല പ്രാവശ്യവും ഒരു കൂട്ടം യോദ്ധാക്കൾ ഒരാളെ ആക്രമിക്കാറുണ്ട്. പക്ഷെ ആ സമയത്ത് അവരുടെ കൂട്ടരെല്ലാവരും കൂടെ അവരെ സഹായിക്കാനായിട്ട് വരും. പക്ഷേ പാണ്ഡവരകത്തെത്തിയിരുന്നുവെങ്കിൽ അഭിമന്യുവിനെ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞേനെ. പക്ഷേ ജയദ്രഥൻ്റെ ഈ പ്രവൃത്തി ഒട്ടും ക്ഷമയ്ക്ക് അർഹതപ്പെട്ടതല്ല. അർജുൻ ഗാണ്ഡീവത്തെ മുറുകെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അധികം താമസിക്കാതെ തന്നെ ആ സിന്ധു രാജാവ് ഇതിന് മറുപടി പറയേണ്ടി വരും. അർജുൻ ചുറ്റും ഇരിക്കുന്ന സഹോദരങ്ങളെയും മറ്റു രാജാക്കന്മാരെയും നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ആ നീചനെ വധിച്ചില്ല എങ്കിൽ ഞാൻ ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികൾ പോകുന്ന ആ ലോകങ്ങളിലേക്ക് ഒരിക്കലും എത്താതെ ആകട്ടെ. ഏറ്റവും നരകയാതനകൾ ഞാൻ അനുഭവിക്കട്ടെ. ബ്രാഹ്മണരെ കൊല്ലുന്ന ആ ബ്രഹ്മഹത്യ പാപം എനിക്ക് ലഭിക്കട്ടെ. ഞാൻ നാളെ ജയദ്രഥനെ കൊന്നില്ലെങ്കിൽ ഞാൻ ഏറ്റവും വലിയ പാപിയായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഭൂമി കുലുങ്ങുന്ന രീതിയിൽ അർജുൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഒരു പ്രതിജ്ഞയും കൂടെ എടുക്കുന്നു. നാളെ സൂര്യാസ്തമയത്തിന് മുമ്പേ ഞാൻ ജയദ്രഥനെ വധിച്ചില്ല എങ്കിൽ ഞാൻ അഗ്നി ചാടി ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും. ദേവന്മാർക്കോ അസുരന്മാർക്കോ പക്ഷികൾക്കോ രാക്ഷസന്മാർക്കോ ഋഷിമാർക്കോ ഈ ആർക്കും എന്നെ ഇതിൽ നിന്ന് തടയാൻ കഴിയില്ല. ജയദ്രഥൻ ഇനി പാതാള ലോകങ്ങൾ പോയാലും സ്വർഗലോകങ്ങൾ പോയാലും ഞാൻ അവനെ കണ്ടുപിടിച്ച് അവൻ്റെ തല ഇറക്കുന്നതായിരിക്കും. ഇന്നത്തെ ഈ രാത്രി കഴിയുന്നതോടുകൂടി അഭിമന്യുവിൻ്റെ ശത്രു ജയദ്രഥൻ എന്നെ സാക്ഷാൽ മരണത്തെ പോലെ എല്ലായിടത്തും കാണുന്നതായിരിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് അർജുൻ്റെ ഗാണ്ഡീവത്തിൻ്റെ ആ ഞാണ് പിടിച്ചു വലിച്ചു എന്നുള്ളതാണ്. ആ ശബ്ദം ത്രിലോകങ്ങളിലും കേൾക്കാൻ പറ്റി. കുറച്ച് കഴിഞ്ഞപ്പം ഭഗവാൻ കൃഷ്ണനും ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ട് എല്ലാവരും കണ്ടു. ഭഗവാൻ പാഞ്ചജന്യമൂതി. ആ ഒരു ശബ്ദവും ത്രിലോകങ്ങളിലും കേൾക്കാൻ പറ്റി. അന്നേരം അർജുൻ്റെ ഈ ഗാണ്ഡീവത്തിൻ്റെ ശബ്ദവും ഭഗവാന്റെ പാഞ്ചജന്യ ശബ്ദവും കേട്ടപ്പോൾ പാണ്ഡവർക്ക് രോമാഞ്ചം വന്നു. അവരെല്ലാം സന്തോഷത്തോടുകൂടി അവരുടെ വാദ്യോപകരണങ്ങളൊക്കെ വായിച്ചു. എല്ലാവരും അലറാൻ തുടങ്ങി. അങ്ങനെ
വലിയ ഉത്സാഹം പാണ്ഡവ ശിബിരത്തിൽ എല്ലാവർക്കും ലഭിച്ചു എന്നുള്ളത്. എല്ലാവരും വിചാരിച്ചു ഇനി പിറ്റേ ദിവസം അർജുൻ്റെ വേറൊരു മുഖമായിരിക്കും കൗരവർ കാണാൻ പോകുന്നത്. കാരണം അർജുൻ സാധാരണ രീതിയിൽ യുദ്ധം ചെയ്യുമ്പം തന്നെ നേരിടാൻ ബുദ്ധിമുട്ടാണ്. ഇനി മകൻ പോയ ആ ദേഷ്യത്തിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ആർക്കും അർജുൻ്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല എന്ന് പാണ്ഡവർ ഉറപ്പിച്ചു. കൗരവരുടെ കഷ്ടകാലം ആരംഭിച്ചു എന്നെല്ലാവരും ചിന്തിച്ചു. ഇതേ സമയത്ത് കൗരവ ശിബിരത്തിൽ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം പാണ്ഡവ പക്ഷത്തിലെ ഏറ്റവും വലിയ ഒരു യോദ്ധാവ് തന്നെയായിരുന്നു അഭിമന്യു. പിന്നെ അഭിമന്യുവിനെ കൊല്ലുന്ന അർജുനെ കൊന്നതുപോലെ തന്നെയായിരുന്നു. കാരണം അഭിമന്യു മരണത്തിന് ശേഷം അർജുൻ നിരുത്സാഹിതനായി യുദ്ധത്തിനുള്ള താല്പര്യം എല്ലാം പോകുമെന്ന് അവർ കരുതി. ആദ്യം ഐരവനെ കൊന്നിരുന്നു, ഇപ്പോൾ അഭിമന്യു മരിച്ചു. അതോടുകൂടി അർജുൻ ദുഃഖത്തിലാണ്ട് പോകുമെന്ന് വിചാരിച്ചു. ദുര്യോധൻ ദ്രോണാചാര്യരെ ഒരുപാട് പുകഴ്ത്തി. എന്നിട്ട് അടുത്ത ദിവസത്തെ യുദ്ധത്തിലെ നീതികൾ എന്താണ്, അടുത്ത പദ്ധതികൾ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പാണ്ഡവരെ, നിരുത്സാഹിതരായിട്ടിരിക്കുന്ന പാണ്ഡവരെ കൊല്ലാൻ അധികം ബുദ്ധിമുട്ടില്ല. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും ചക്രവ്യൂഹം തന്നെ രചിക്കാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ വീണ്ടും അടുത്തൊരു യോദ്ധാവ് പെട്ടുപോയാലോ? ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു പാണ്ഡവ ശിബിരത്തിൽ നിന്നും ഈ അലർച്ചയും ഉത്സാഹവും നിറഞ്ഞ ആ ശബ്ദങ്ങളൊക്കെ കേട്ടത്. സമുദ്രത്തിൻ്റെ തിരമാലകളെ പോലെ വളരെ ശക്തമായിട്ട് ഈ ശബ്ദമൊക്കെ കേട്ടു. അന്നേരം എല്ലാവരും അത്ഭുതപ്പെട്ടു. അഭിമന്യു മരിച്ചിട്ട് ഇത്രയും ഉത്സാഹം പാണ്ഡവരിൽ എങ്ങനെ? അവർ ദുഃഖിച്ചിരിക്കേണ്ടതല്ലേ? ഉടൻ തന്നെ ജയദ്രഥൻ ശിബിരത്തിൽ ഓടി വരികയാണ്. ഭയം കൊണ്ട് വിറച്ചിരിക്കുകയാണ്. ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ഓട്ടം കാരണം ജയദ്രഥൻ. എന്നിട്ട് ദുര്യോധൻ്റെ മുമ്പിൽ വേർത്തുകൊണ്ടും അവൻ പറയുകയാണ്. എന്നിട്ട് ഇത് കണ്ടിട്ട് ദുര്യോധൻ, എന്താണ് ഭയത്തിന് കാരണം, എന്താ നീ ഇങ്ങനെ ഓടുന്നത്, എന്ത് പറ്റിയെന്ന് ജയദ്രഥനോട് ചോദിച്ചു. എന്നിട്ട് ജയദ്രഥൻ പറഞ്ഞു, ആ പാണ്ഡുവിൻ്റെ ആ പുത്രൻ, ആ ഇന്ദ്രനിലുണ്ടായവൻ, ബുദ്ധിയില്ലാത്ത അവൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു, നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് എന്നെ കൊല്ലും. നിങ്ങളെല്ലാം സന്തോഷത്തിൽ ഇവിടെ ഇരിക്കുക, ഞാൻ ഓടുകയാണ് ഇവിടെ. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ജീവനോടെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. നീ ദ്രോണാചാര്യർ, കൃപാചാര്യർ, കർണൻ, ഇവർക്ക് എല്ലാവർക്കും എൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും. മരണത്തിൻ്റെ വക്കിൽ നിന്ന് പോലും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ പറ്റും. അതുകൊണ്ട് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ജയദ്രഥൻ ഭയത്തോടു കൂടി പരിഭ്രാന്തനായിട്ട് ചുറ്റുമിരിക്കുന്ന എല്ലാവരെയും നോക്കുകയാണ്. എന്നിട്ട് ജയദ്രഥൻ ചിന്തിക്കുകയാണ്, മഹാദേവൻ തന്നത് വരമാണോ അതോ ഏറ്റവും വലിയ ശാപമാണോ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ദിവസം ജയദ്രഥൻ നന്നായിട്ട് ആ ജയം ആഘോഷിക്കാൻ പറ്റി. പക്ഷേ ഇനി ഏറ്റവും വലിയ ആപത്താണ് പുറമെ നിൽക്കുന്നത്. കാരണം അർജുൻ വളരെയധികം കീർത്തിമാനാണ്. അർജുൻ്റെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അർജുൻ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും അത് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അതും പ്രത്യേകിച്ച് ദേഷ്യത്താലിരിക്കുമ്പോൾ. എന്നിട്ട് ജയദ്രഥൻ പറഞ്ഞു, അത് കൂടാതെ പാണ്ഡവരെല്ലാം ഇപ്പം വളരെ സന്തോഷത്തിൽ ഇരിക്കുകയാണ്. എൻ്റെ ഭയം ഒരുപാട്, എനിക്ക് ഭയങ്കര ഭയം തോന്നുന്നു. എന്നിട്ട് ചാരന്മാർ പറഞ്ഞിരിക്കുന്നു, അർജുൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു, നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് എന്നെ കൊന്നില്ലെങ്കിൽ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. അതുകൊണ്ട് പാണ്ഡവർ വലിയ സന്തോഷത്തിലാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും എൻ്റെ രാജ്യത്തിൽ ഞാൻ പോകുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്. ആർക്കും എന്നെ അർജുനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല, ദേവന്മാർക്ക് പോലും. ഏറ്റവും വലിയ ആപത്താണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് പോട്ടെ എന്ന്. എങ്ങനെയെങ്കിലും വേഷം മാറി ഞാൻ ഇവിടുന്ന് പോകുമെന്നു. ദുര്യോധൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഭയപ്പെടാതെ, നമ്മുടെ ക്ഷത്രിയ ഇത്രയും യോദ്ധാക്കൾ ഇവിടെ ഉള്ളപ്പോൾ നിന്നെ വന്ന് എന്ത് ചെയ്യാനാണ് അവൻ? ഞാൻ നിന്നെ സംരക്ഷിക്കും. ദ്രോണാചാര്യർ, കൃപാചാര്യർ, കർണൻ, അശ്വത്ഥാമൻ, ശല്യൻ, ബാലികൻ, ഇങ്ങനെ എത്രയോ അജയരായിട്ടുള്ള യോദ്ധാക്കളുണ്ട്. നമ്മളെല്ലാവരും നിന്നെ സംരക്ഷിക്കും. നിൻ്റെ അടുത്ത് പോലും വരാൻ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ ഭയവും നീ അകറ്റൂ. ദുര്യോധന അറിയായിരുന്നു അർജുൻ്റെ പ്രതിജ്ഞ നിറവേറ്റുന്നതിൽ നിന്ന് തടയുക എന്ന് പറഞ്ഞത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് നല്ലൊരു അവസരമായിട്ട് ദുര്യോധൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കാരണം അർജുൻ ഇതിൽ പരാജിതനാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അർജുൻ പ്രതിജ്ഞ പ്രകാരം തീയിൽ ചാടി ആത്മഹത്യ ചെയ്യും. അന്നേരം അഭിമന്യു അർജുനും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പാണ്ഡവർ തീർന്നു തന്നെ.
എന്നിട്ട് ദുര്യോധനൻ അപ്പോഴും ഭയത്താൽ വിറച്ചുകൊണ്ടിരിക്കുന്ന ജയദ്രഥനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ദുര്യോധനൻ വിചാരിച്ചു, പിറ്റേ ദിവസം സമ്പൂർണ്ണ സൈന്യത്തെയും ജയദ്രഥനെ രക്ഷിക്കാൻ തന്നെ ഉപയോഗിക്കണം. അത് നമുക്ക് നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമല്ല എന്ന് ദുര്യോധനൻ ചിന്തിക്കുകയാണ്. ജയദ്രഥൻ ദ്രോണാചാര്യരുടെ അടുത്ത് എത്തി. എന്നിട്ട് പറഞ്ഞു, ജയദ്രഥൻ ദ്രോണാചാര്യരുടെ അടുത്ത് എത്തിയിട്ട് പറയുകയാണേ, ഞാനും അർജുനും അങ്ങയുടെ തന്നെ ശിഷ്യരാണ്. അങ്ങ് പഠിപ്പിച്ച അതേ വിദ്യ തന്നെയാണ് അങ്ങ് അർജുന് പഠിപ്പിച്ച അതേ വിദ്യ തന്നെയാണ് എന്നെയും പഠിപ്പിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് അർജുൻ ഇത്രയും ശക്തനായി കാണപ്പെടുന്നത്? ഞാൻ നാളെ എങ്ങനെയാണ് എന്നെ രക്ഷപ്പെടുത്തേണ്ടത്? ദ്രോണാചാര്യർ പറഞ്ഞു, ശരിയാണ്, ഞാൻ നിന്നെ അർജുനെ ഒരേപോലെ തന്നെയാണ് പഠിപ്പിച്ചത്. പക്ഷെ അവൻ്റെ തപോബലവും യോഗബലവും നിന്നെക്കാട്ടി ഒരുപാട് കൂടുതലാണ്. അവൻ നിന്നെപ്പോലെയല്ല, അവൻ ധർമ്മിഷ്ഠനാണ്. അതുകൊണ്ടാണ് നിന്നെക്കാട്ടി ഉയർന്നു നിൽക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും നിന്നെ രക്ഷിക്കാനായിട്ട്. ഞാൻ വളരെ ദുർഘടമായിട്ടുള്ള ഒരു വ്യൂഹം രചിക്കാൻ പോവുകയാണ്. എൻ്റെ എല്ലാ സൈനികരും അർജുനെ തടയാൻ വേണ്ടി നിൽക്കും. സാക്ഷാൽ ദേവന്മാർക്ക് പോലും ഈ വ്യൂഹത്തെ ഭേദിച്ച് നിന്നെ കൊല്ലാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞിട്ട് ദ്രോണർ ചിരിച്ചു. എന്നിട്ട് ദ്രോണർ ഉള്ളിൽ ചിന്തിക്കുകയാണ്, ജയദ്രഥൻ തന്നെയാണ് ഈ ഒരു ആപത്തിന് കാരണം. കാരണം ദുര്യോധനെ പോലെ തന്നെ വലിയൊരു മന്ദബുദ്ധിയാണ് ജയദ്രഥൻ. ദ്രോണാചാര്യ ചിന്തിക്കുകയാണ്. കാരണം ഇത്രയും ധർമ്മിഷ്ഠരായിട്ടുള്ള പാണ്ഡവരെ ശത്രുവായിട്ട് കാണേണ്ട വലിയ ആവശ്യമുണ്ട്. എന്നിട്ട് ഒരു കൈ തോളെ വെച്ചിട്ട് ജയദ്രഥനോട് പറഞ്ഞു, ഇനി ജയദ്രഥ, അഥവാ നീ മരിക്കപ്പെടുകയാണെങ്കിലും നീ സ്വർഗത്തിൽ പോവും. അതുകൊണ്ട് നീ മരണത്തെ ഇത്ര ഭയപ്പെടാതെ. നീ എത്രയോ യജ്ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, നീ യുദ്ധവും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭയമില്ലാതെ യുദ്ധം ചെയ്യൂ. ഒന്നുകിൽ നീ ജയത്തെക്കുറിച്ച് ചിന്തിക്കൂ, അല്ലെങ്കിൽ പിന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് പറഞ്ഞു. അന്നേരം ജയദ്രഥനെ ദ്രോണാചാര്യർ ആശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിലും ദ്രോണാചാര്യ ചിന്തിക്കുകയായിരുന്നു, ദുര്യോധൻ്റെ മനസ്സും മനസ്സിലാക്കിയിട്ട് ദുര്യോധനൻ എന്തൊക്കെയോ വിചാരിക്കുകയാണ്, അർജുനെ കൊല്ലാന്നൊക്കെ പറഞ്ഞിട്ട് വിചാരിക്കും അർജുൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇതാവുന്നു. പക്ഷെ ദ്രോണാചാര്യക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, നാളെ ജയദ്രഥൻ്റെ മരണം ഉറപ്പാണ്. ഇപ്പോൾ അർജുൻ പ്രതിജ്ഞ എടുത്തോ ജയദ്രഥൻ മരിച്ചു എന്ന് തന്നെ കരുതാം എന്ന് ദ്രോണാചാര്യ ചിന്തിക്കുകയായിരുന്നു. കാരണം പക്ഷെ എന്നാലും അർജുൻ ഒറ്റയ്ക്ക് കൗരവ സൈന്യത്തെ മറികടക്കുക എന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അർജുൻ ഒറ്റയ്ക്കല്ലല്ലോ, സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനാണ് അർജുൻ്റെ രഥം ഓട്ടിക്കുന്നത്. അതുകൊണ്ട് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ അർജുൻ്റെ സാരഥിയായിട്ടുള്ളപ്പോൾ ഈ കൗരവ സൈന്യമല്ല, ഈ ബ്രഹ്മാണ്ടത്തെ വരെ മറികടക്കാൻ അർജുന് കഴിയും. 4 ദിക്പാലകന്മാരെയും തോൽപ്പിച്ച് ഈ ബ്രഹ്മാണ്ടത്തിനപ്പുറത്ത് പോകാൻ കഴിയും. ഇനി യുദ്ധം ചെയ്യാതെ തന്നെ ഭഗവാൻ കൃഷ്ണൻ എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തും അർജുനെ രക്ഷിക്കാൻ. അതെന്തായാലും വേണ്ടി വരും. കാരണം നാളെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അർജുൻ ഏറ്റെടുക്കാൻ പോകുന്നത്. പക്ഷെ എന്നാലും ദ്രോണരുടെ വാക്കുകൾ കേട്ടിട്ട് കൗരവരെല്ലാവരും സന്തോഷിച്ചു. അവരവരുടെ ശംഖുകളൊക്കെ ഊതി. എന്നിട്ട് അടുത്ത ദിവസത്തെ യുദ്ധത്തിനായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങി. ഇത് കേട്ടിട്ട് ജയദ്രഥന് വലിയ ആശ്വാസം തോന്നി. എന്നിട്ട് ജയദ്രഥൻ യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് ജയദ്രഥൻ ചിന്തിക്കുകയാണ്, അർജുൻ്റെ പ്രതിജ്ഞ ചിലപ്പോൾ ഇതും അടുത്തൊരു അനുഗ്രഹമായിട്ട് മാറിയാലോ. കാരണം മഹാദേവൻ്റെ വരദാനം അത് വരമായിട്ട് തന്നെ മാറുമല്ലോ. കാരണം എന്താ, അർജുൻ മരിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് ജയദ്രഥൻ ചിന്തിക്കുകയാണ്. അർജുൻ്റെ ഈ പ്രതിജ്ഞ കേട്ടതിന് ശേഷം പാണ്ഡവരും അവരുടെ ബാക്കിയുള്ള യോദ്ധാക്കളും കുറച്ച് സമയം അടുത്ത ദിവസത്തെ യുദ്ധനീതിയെക്കുറിച്ച് ചിന്തിച്ചു. എന്നിട്ട് എല്ലാവരും വിശ്രമിക്കുകയായിരുന്നു. അവരെല്ലാവരും അടുത്ത ദിവസം നേരത്തെ വന്നിട്ട് യുദ്ധത്തിൻ്റെ അടുത്ത പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. കാരണം അതിൻ്റെ ഇടയിൽ ചാരന്മാരിൽ നിന്നും എന്ത് പദ്ധതിയാണ് രചിച്ചതെന്ന് അറിയാൻ കഴിയുമല്ലോ എന്ന് അവർ ചിന്തിച്ചു. കാരണം അർജുൻ പ്രതിജ്ഞ എടുത്തു എന്ന് അവരെന്തായാലും അറിഞ്ഞു. ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൗരവർ എന്ത് നീതിയാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മറികടക്കാനുള്ള നീതി പാണ്ഡവർ റെഡിയാക്കാം എന്ന് വിചാരിച്ചു. അർജുൻ ശിബിരത്തിൽ
ദേഷ്യത്താൽ വിറച്ചും വിഷമത്താലും ദുഃഖത്തിലാണ്ടിങ്ങനെ ഇരിക്കുകയാണ്. യുദ്ധം തുടങ്ങാൻ വേണ്ടി കാത്തു നിൽക്കാൻ അർജുന് കഴിയുന്നില്ല. ഏകദേശം 1 മണിക്കൂറോളം കിടക്കയിൽ അനങ്ങാതെ ഇരിക്കുമായിരുന്നു അർജുൻ. കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒറ്റയ്ക്ക്. കൈവച്ച് മുഖം മറച്ചുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അവിടെ എത്തിക്കുകയാണ്. അർജുൻ എത്ര ഭാഗ്യവാനാണ് നോക്കണേ അല്ലേ. ഭഗവാൻ കൃഷ്ണൻ അടുത്ത് വന്ന് അർജുൻ്റെ അടുത്തിരിക്കുകയാണ്. എന്നിട്ട് വളരെ മൃദു ശബ്ദത്തിൽ പറയുകയാണ്. പക്ഷെ അർജുനെ ഒന്ന് വഴക്ക് പറയുന്ന രീതിയിൽ, പാർത്ഥ, നീ എന്നോടൊന്നും ചോദിക്കാതെയാണ് നീ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. അത് വലിയൊരു മണ്ടത്തരമായി പോയില്ലേ? നീ നിൻ്റെ തോളിൽ വലിയൊരു ഭാരമാണ് പിടിച്ചുകൊണ്ട് നാളെ യുദ്ധം ചെയ്യുന്നത്. നീ ഒരു അപഹാസ്യ കഥാപാത്രമായി മാറത്തില്ലേ? ഞാൻ ചാരന്മാരിൽ നിന്ന് കേട്ടിരിക്കുന്നത് ദ്രോണാചാര്യ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ജയദ്രഥനെ രക്ഷിക്കാമെന്ന്. വളരെ ദുർഘടമായിട്ടുള്ളൊരു വ്യൂഹം നാളെ രചിക്കാൻ പോവുകയാണ്. എല്ലാ ദിശയിൽ നിന്നും എല്ലാ യോദ്ധാക്കളും, 6 ശക്തരായിട്ടുള്ള യോദ്ധാക്കൾ, കർണൻ, അശ്വത്ഥാമ, ഭുരിശ്രവൻ, കൃപാചാര്യൻ, വൃഷസേനൻ, ശല്യൻ, ഇവരെല്ലാവരും ആ വ്യൂഹത്തിനെ, ജയദ്രഥനെ സംരക്ഷിക്കാനായിട്ട് തടയാൻ പോവുകയാണ്. എന്നിട്ട് ആ വ്യൂഹത്തിൻ്റെ ഉള്ളിൽ ദ്രോണാചാര്യർ സ്വയം ഒരു വ്യൂഹം രചിച്ച് ജയദ്രഥനെ രക്ഷിക്കാൻ പോവുകയാണ്. നിനക്ക് ഈ 6 യോദ്ധാക്കളെയും കൊന്നതിന് ശേഷമേ ജയദ്രഥൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റൂ. ഇനി അടുത്തെത്തിക്കഴിഞ്ഞാലും നിനക്ക് ദ്രോണാചാര്യരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും. അർജുൻ ഒന്നും മിണ്ടിയില്ല. ഭഗവാൻ കൃഷ്ണൻ അർജുൻ്റെ തോളത്ത് കൈവച്ചു. എന്തായാലും നീ വിഷമിക്കേണ്ട. നാളെ നിൻ്റെ സഹോദരങ്ങളും മറ്റ് യോദ്ധാക്കളുമായിട്ട് ചർച്ച ചെയ്യാം. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്തെങ്കിലും നന്നായിട്ടൊന്നൊരു പദ്ധതി ഉണ്ടാക്കിയാലേ പറ്റൂ. എങ്കിൽ മാത്രമേ നിനക്ക് നിൻ്റെ പ്രതിജ്ഞ പൂർത്തീകരിക്കാൻ പറ്റൂ. പക്ഷെ എന്നാലും അത്ര എളുപ്പത്തിൽ നിനക്കത് ചെയ്യാൻ കഴിയില്ല എന്ന്. അപ്പോഴും അർജുൻ ഇങ്ങനെ മുഖം മറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അർജുൻ തലയുയർത്തി. എന്നിട്ട് അലറുന്നത് പോലെയായിരുന്നു അർജുൻ സംസാരിച്ചത്. ഈ 6 മഹാരഥികളുടെ പേരങ്ങ് പറഞ്ഞില്ലേ? അവർ എൻ്റെ പകുതി ബലം പോലും അവർക്കില്ല. അവരുടെ എല്ലാ ആയുധങ്ങളെയും ഞാൻ തകർത്ത് തരിപ്പണമാക്കും. സിന്ധു രാജാവ് ഇപ്പോൾ തന്നെ ശവമായി. അങ്ങയുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഞാൻ ദ്രോണരുടെയും കൺമുമ്പിൽ വെച്ച് തന്നെ അവൻ്റെ തല അറക്കുന്നതായിരിക്കും. ദേവന്മാർ മൊത്തത്തിൽ അവനെ സംരക്ഷിക്കാൻ നിന്നാൽ പോലും സാക്ഷാൽ സമുദ്രദേവനും പർവ്വതങ്ങളും സ്വർഗവും ഭൂമിയും ആകാശവും എവിടെ അവൻ ഇരുന്നാലും എല്ലാവരുമായിട്ടും ഞാൻ യുദ്ധം ചെയ്ത് ഞാൻ അവനെ കൊല്ലുന്നതായിരിക്കും. ഞാൻ സത്യം ചെയ്യുന്നു, ആർക്കും എന്നെ തന്നെ നാളെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം അങ്ങ് എൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ ജനാർദ്ദന. അതുകൊണ്ട് എൻ്റെ വിജയം ഉറപ്പാണ്. അർജുൻ വീണ്ടും വീണ്ടും ആ അർജുൻ്റെ ഉറച്ച തീരുമാനത്തെ വീണ്ടും വീണ്ടും കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അർജുൻ മരണത്തെ പോലും നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അർജുൻ പറഞ്ഞു, നാളെ കൗരവ സൈന്യത്തെ തുണ്ടം തുണ്ടമാക്കുന്നതായിരിക്കും എൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട്. എൻ്റെ അസ്ത്രങ്ങൾ വജ്രം പോലെയായിരിക്കും പോകുന്നത്. മനസ്സിൻ്റെ വേഗതയിൽ അസ്ത്രങ്ങൾ പോകുന്നതായിരിക്കും. 10,000 യോദ്ധാക്കൾ നാളെ എൻ്റെ മുമ്പിൽ മരിച്ചു വീഴുന്നതായിരിക്കും. ഞാൻ എന്നെ ഒട്ടും പിന്തിരിപ്പിക്കുന്നതല്ല. എല്ലാവരും എൻ്റെ ശക്തി കാണാൻ പോവുകയാണ്. യമരാജനിൽ നിന്നും കുബേരനിൽ നിന്നും വരുണനിൽ നിന്നും ഇന്ദ്രനിൽ നിന്നും മഹേശ്വരനിൽ നിന്നും ലഭിച്ച എല്ലാ ദിവ്യാസ്ത്രങ്ങളും ഞാൻ ഉപയോഗിക്കുന്നതായിരിക്കും. ബ്രഹ്മാസ്ത്രവും ഞാൻ ഉപയോഗിക്കുന്നതായിരിക്കും. എൻ്റെ ഇടയിൽ വരുന്ന എല്ലാവരെയും ഞാൻ കൊല്ലുന്നതായിരിക്കും. ഭൂമി യുദ്ധക്കളം നാളെ ശവങ്ങളെ കൊണ്ട് നിറയും. ആനകളുടെയും കുതിരകളുടെയും എല്ലാം ശവശരീരങ്ങൾ അവിടെ കുന്നുകൂടി കിടക്കും. രക്തപ്പുഴ ഒഴുകും. എല്ലാവരും മരിച്ചു വീഴുന്നതായിരിക്കും ഭഗവാൻ എന്ന് പറഞ്ഞു. അർജുൻ എഴുന്നേറ്റു. ഭഗവാന്റെ മുമ്പിൽ ഗാണ്ഡീവം ഇപ്പോഴും കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ചുണ്ട് വരച്ചുകൊണ്ടിരിക്കുന്നു. ആ ജയദ്രഥൻ നീചൻ നമ്മുടെ ബന്ധുവാണെന്ന് അവൻ മറന്നിരിക്കുന്നു. അവൻ എപ്പോഴും നമ്മളോട് ആ ദ്വേഷമേ ഉള്ളൂ. നാളെ തീർച്ചയായിട്ടും അവനെ ഞാൻ കൊല്ലുന്നതായിരിക്കും. അവൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും നാളെ അവനെ ഓർത്ത് ദുഃഖിക്കും. അർജുൻ എങ്ങനെയെങ്കിലും യുദ്ധം തുടങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആവനാഴിയിൽ നിന്ന് അസ്ത്രങ്ങൾ
ചാടുന്ന പോലെ അർജുൻ അനുഭവപ്പെടുകയാണ്. ഗാണ്ഡീവം കയ്യിലിങ്ങനെ വിറയ്ക്കുന്നതായിട്ട് അർജുൻ അനുഭവപ്പെടുകയാണ്. പക്ഷേ ഭഗവാന്റെ ചിന്ത, ഭഗവാന്റെ വ്യാകുലതയും അർജുൻ അറിയായിരുന്നു. പക്ഷെ എന്നാലും അർജുൻ ചിന്തിക്കുകയാണ്, ഇത്രയും ക്രോധത്തിൽ അർജുൻ നിൽക്കുകയാണെങ്കിൽ കൗരവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. എന്നിട്ട് അർജുൻ ഗാണ്ഡീവം വയ്ക്കുന്ന ആ പേടകത്തിലേക്ക് വയ്ക്കുകയാണ്, സ്വർണ്ണ പേടകത്തിൽ. എന്നിട്ട് കവചം താഴെ എടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ഭഗവാനോട് പറയാണ്, ജഗന്നാഥ, ഋഷികേശ, അങ്ങ് എന്തിനാണ് എന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നത്? അങ്ങേക്ക് എൻ്റെ ശക്തി അറിയാവുന്നതല്ലേ? നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്താണ് നേടിയെടുക്കാൻ കഴിയാത്തത്? നാളെ മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ജയദ്രഥൻ്റെ പേര് എന്തായാലും ഉണ്ടായിരിക്കും. ഞാൻ അർജുനാണ്, ഒരിക്കലും പ്രതിജ്ഞ തെറ്റിക്കാത്ത അർജുൻ. അങ്ങ് സാക്ഷാൽ നാരായണനാണ്. സത്യം എപ്പോഴും ബ്രാഹ്മണരുടെ കൂട്ടത്തിലാണ്. വിനയം, എളിമത്വം എന്നും പുണ്യാത്മാക്കളുടെ കൂട്ടത്തിലാണ്. സമ്പത്ത് എപ്പോഴും ത്യാഗം ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ്. വിജയം, കേശവ, എപ്പോഴും അങ്ങയുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഇന്ന് ഈ രാത്രി കഴിയുന്നതോടുകൂടി അങ്ങ് എൻ്റെ രഥം തയ്യാറാക്കണം. എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും അതിൽ റെഡിയാക്കി വെക്കണം. ഒരു വലിയൊരു കാര്യം നമുക്ക് ചെയ്യാനായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ട് സർപ്പങ്ങൾ ചീറ്റി നിൽക്കുന്നത് പോലെ അർജുനും കൃഷ്ണനും ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ദുഃഖവും രണ്ടുപേർക്കുണ്ട്. അർജുൻ ഉറങ്ങാനേ കഴിയുന്നില്ല. ഭഗവാനും ഒരുപാട് ദുഃഖത്തിലായിരുന്നു. കാരണം പാണ്ഡവർ വനത്തിലായിരുന്നപ്പോൾ അഭിമന്യു വളർന്നത് ഭഗവാന്റെ മടിയിലിരുന്നാണ്. ഭഗവാൻ കൃഷ്ണൻ അഭിമന്യുവിന് അച്ഛനെ പോലെയായിരുന്നു, അമ്മാവൻ മാത്രമല്ല അച്ഛനെ പോലെയായിരുന്നു. ആ അഭിമന്യു എപ്പോഴും ഭഗവാന്റെ കൂട്ടത്തിലായിരുന്നു. ഭഗവാൻ സ്വയമായിരുന്നു എല്ലാ തരത്തിലുള്ള ആയുധന കലകളും പഠിപ്പിച്ചത്. അവർ രണ്ടുപേരും കൂടെ വേട്ടയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്, ഒരുപാട് കളിച്ചിട്ടുണ്ട്. ദ്വാരകയിലെ വനങ്ങളിലൊക്കെ ഒരുപാട് അവർ സഞ്ചരിച്ചിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണനും അർജുനും ഒരേപോലെ ദേഷ്യത്താൽ വിറയ്ക്കുന്ന കണ്ടിട്ട് ദേവേന്ദ്രന് വരെ ഭയം തോന്നി. എല്ലാ ദേവന്മാർക്കും ഭയം തുടങ്ങി. അവർ ചിന്തിക്കുകയാണ്, ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നശിക്കും ഇവർ രണ്ടുപേരും ഇത്രയും ദേഷ്യത്തിലിരിക്കുകയാണെങ്കിൽ. അതിൻ്റെ ഇടയിൽ പല പല ദുർനിമിത്തങ്ങളും കാണാൻ തുടങ്ങി. ഉണങ്ങിയ കാറ്റ് എല്ലായിടത്തും വീശാൻ തുടങ്ങുന്നു. എല്ലായിടത്തും മേഘത്തിൻ്റെ ഗർജനങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. മേഘം ഇല്ലാതെ തന്നെ ഇടിവെട്ടാൻ തുടങ്ങുന്ന ഭൂമിയിൽ, കാർമേഘങ്ങളില്ലാതെ തന്നെ ഭൂമി വിറയ്ക്കുന്നു. നദികളെല്ലാം തിരിഞ്ഞു ഒഴുകാൻ തുടങ്ങുന്നു. ചെന്നായ്ക്കൾ ഓലിയിടാൻ തുടങ്ങുന്നു. കാക്കകളുടെ ശബ്ദം എല്ലാ ദിശകളിലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, കേൾക്കപ്പെടുന്നുമായിരുന്നു. എന്നിട്ട് അർജുൻ ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് സുഭദ്രയെ ചെന്ന് ആശ്വസിപ്പിക്കണം. ദ്രൗപദി അവിടെയുണ്ട്, ഉത്തരയുണ്ടെന്ന്. കാരണം അവർ യുദ്ധകളത്തിൽ വന്നിട്ടുണ്ട്. ശിബിരത്തിൽ ഈ ദുഃഖം അറിഞ്ഞിട്ട് ഭഗവാൻ നേരെ അവിടെ ചെല്ലുകയാണ്. സുഭദ്രാദേവിയുടെ അടുത്തിരുന്നിട്ട് സുഭദ്രാദേവിയെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സുഭദ്രേ, വീരയോദ്ധാക്കൾ പോകുന്ന ആ സ്ഥലത്തേക്കാണ് അഭിമന്യു പോയിരിക്കുന്നത്. ആയിരക്കണക്കിന് യോദ്ധാക്കളെ കൊന്നിട്ട് ഏറ്റവും ഉയർന്ന ലോകങ്ങളിലേക്കാണ് അവൻ പോയിരിക്കുന്നത്. ഈ ചെറുപ്രായത്തിൽ തന്നെ വലിയ വലിയ യോഗികൾക്ക് പോലും നേടിയെടുക്കാൻ പറ്റാത്ത ഉയർന്ന പദവിയിലേക്കാണ് പോയിരിക്കുന്നത്. ഇത് നിൻ്റെ വലിയൊരു ഭാഗ്യമാണ്. നീ ഒരു വീരനായകൻ്റെ ഭാര്യയാണ്, വീരനായകൻ്റെ മകളാണ്, നീ വീരനായകൻ്റെ അമ്മയും കൂടെയാണ്. നീ ജനിച്ചതേ വീരനായകന്മാരുടെ കുലത്തിലാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ ഒരിക്കലും ഒരു വീരനായകൻ്റെ മരണത്തെ ഓർത്ത് ദുഃഖിക്കരുത്. തീർച്ചയായിട്ടും നാളെ അഭിമന്യുവിൻ്റെ മരണത്തിന് പ്രതികാരം ചോദിക്കുന്നതായിരിക്കും. നീ നാളെ തീർച്ചയായിട്ടും കേൾക്കും ജയദ്രഥൻ്റെ മരണം. അതുകൊണ്ട് നീ എഴുന്നേക്കൂ, നീ നിൻ്റെ മരുമകളെ ആശ്വസിപ്പിക്കുന്നു. സുഭദ്രാദേവി ഭഗവാനെ നോക്കി. സുഭദ്രാദേവിയുടെ കണ്ണ് ചുമന്ന് കിടക്കുകയായിരുന്നു. കൺമഷിയെല്ലാം അത്
മുഖത്തോടെ ഇങ്ങനെ ഒഴുകി വരികയാണ് കണ്ണുനീരിനോടൊപ്പം. ആഭരണങ്ങളെല്ലാം കയ്യിൽ നിന്നും ദേഹത്തു നിന്നും ഊരിക്കിടക്കുകയായിരുന്നു. ദേവിക്ക് നേരെ ചൊവ്വെ സംസാരിക്കാനും പറ്റുന്നില്ലായിരുന്നു. ശബ്ദം ഇടറിക്കൊണ്ട് പറയുകയാണ്, ഞാൻ എത്ര വലിയ നിർഭാഗ്യവതിയാണ്. ഞാൻ എന്തുകൊണ്ട് യുദ്ധത്തിന് പോയില്ല? അർജുനന് സമമായിട്ടായിരുന്നു എൻ്റെ മകൻ യുദ്ധത്തിൽ ചെയ്തത്. നീ എങ്ങനെ മരിച്ചു? എനിക്കിവിടെ ഇരുന്നുകൊണ്ട് കാണാൻ കഴിയും. നിൻ്റെ ദേഹം മണ്ണും പുരണ്ട് രക്തത്തിൽ കുളിച്ച് ഭൂമിയിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യുദ്ധത്തിൽ, ഞാൻ ഇതിനു മുമ്പേയും പറഞ്ഞു, യുദ്ധത്തിൽ പിറ്റേ ദിവസം വരെ യോദ്ധാക്കൾ ഭൂമിയിൽ തന്നെയായിരിക്കും കിടക്കുന്നത്. അതൊരു രീതിയാണ്. അതുകൊണ്ട് യുദ്ധത്തിൽ വീണ് കഴിഞ്ഞാൽ യോദ്ധാക്കളുടെ ശവങ്ങൾ അവിടെ തന്നെ കിടക്കും. അന്നേരം അതോർത്തിട്ടാണ് സുഭദ്രാദേവി വിഷമിക്കുന്നത്. എൻ്റെ മകൻ്റെ ശവം ഇപ്പോഴും അവിടെ കിടക്കുകയാണല്ലോ. പാണ്ഡവരും വൃഷ്ണികളും പാഞ്ചാല ദേശത്തിലുള്ളവരും നിൻ്റെ ഉണ്ടായിട്ടും നീ നിസ്സഹായനായിട്ട് വധിക്കപ്പെട്ടില്ലേ? നിസ്സഹായനായിട്ട് മരിക്കേണ്ടി വന്നില്ലേ? ഭീമൻ്റെ ബലം കൊണ്ട് എന്ത് പ്രയോജനം? അർജുൻ്റെ വീര്യം കൊണ്ട് എന്ത് പ്രയോജനം? പാഞ്ചാല ദേശത്തിൻ്റെ ശക്തി കൊണ്ട് എന്ത് പ്രയോജനം? അവരുടെയൊക്കെ ശക്തി ഒരു ഉപയോഗം ഇല്ലാതായില്ലേ? ഒരു കൊച്ചു കുഞ്ഞ് മരിക്കുന്നതായിട്ട് കൺമുന്നിൽ നിന്ന് കാണേണ്ടി വന്നില്ലേ? ഇന്ന് ഈ ഭൂമി ശൂന്യമായിരിക്കുന്നു. ദുഃഖത്താൽ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെ സുഭദ്രാദേവി വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനും നിശബ്ദനായിട്ട് സുഭദ്രാദേവിയുടെ കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. സുഭദ്രാദേവി തറയിൽ വീണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എങ്ങനെ ഉത്തരയെ പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നൊക്കെ ദേവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാക്ഷാൽ കേശവൻ തന്നെ നിൻ്റെ സംരക്ഷനായിട്ടും നീ മരിച്ചല്ലോ മോനെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സുഭദ്രാദേവി ദുഃഖിച്ചിരിക്കുമ്പോൾ ദ്രൗപദി ദേവി അവിടെ എത്തുകയാണ്. ഉത്തരാദേവി അവിടെ എത്തി. അവരും ഭൂമിയിൽ വീണ് സുഭദ്രാദേവിയോടൊപ്പം കരയുകയാണ്. കരഞ്ഞ് 3 പേരും ബോധം കെട്ടു പോവുകയാണ്. ഭഗവാൻ കൃഷ്ണൻ തണുത്ത ജലം കൊണ്ടുവന്ന് 3 പേരുടെയും മുഖത്ത് തളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സുഭദ്ര, ഈ ദുഃഖം അകറ്റൂ. പാഞ്ചാലി, ഉത്തര, ഈ ദുഃഖം മാറ്റൂ. ദുഃഖിക്കാതെ നിങ്ങൾ അഭിമാനിക്കൂ. അഭിമന്യുവിനെ ഓർത്ത് ഏറ്റവും ഉയർന്ന ലോകങ്ങളിലേക്കാണ് അഭിമന്യു പ്രവേശിച്ചിരിക്കുന്നത്. എത്ര യോദ്ധാക്കളും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്രത്തോളം ഉയർന്ന പദവിയാണ് അഭിമന്യു ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുവിധം ആശ്വസിപ്പിച്ചിട്ട് ഭഗവാൻ കൃഷ്ണൻ അർജുൻ്റെ ശിബിരത്തിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും അർദ്ധരാത്രി കഴിഞ്ഞു. കുശപ്പുല്ല് കൊണ്ട് ഏറ്റവും വളരെ ശുഭകരമായിട്ടുള്ള ഒരു കിടക്കയാണ് ഭഗവാന് വേണ്ടി സേവകരെ തയ്യാറാക്കിയിരിക്കുന്നു. നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പല സുഗന്ധദ്രവ്യങ്ങളും അതിൽ തളിച്ചിരിക്കുന്നു. ഭഗവാന്റെ ആയുധങ്ങളൊക്കെ ഭഗവാന്റെ അടുത്തായിട്ട് മാറ്റി വെച്ചിട്ട് ഭഗവാൻ കൈയിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. കൈ തലയാണയായിട്ട് ഉപയോഗിച്ച് കിടക്കുകയാണ്. അതേ സമയത്ത് മരിച്ച യോദ്ധാക്കൾക്ക് വേണ്ടിയുള്ള മന്ത്രങ്ങൾ, അവർക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാനുള്ള മന്ത്രങ്ങൾ ബ്രാഹ്മണർ അവിടെ ജപിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അർജുൻ വന്ന് ഭഗവാൻ കൃഷ്ണനെ പൂജിക്കുകയാണ്. എന്നിട്ട് ഭഗവാന്റെ തൊട്ടടുത്ത് അർജുനും കിടക്കുകയാണ്. ഇത്ര വലിയ ഭാഗ്യശാലി നോക്കണേ. ഭഗവാൻ അർജുനോട് പറഞ്ഞു, പാർത്ഥ, വിശ്രമിക്കൂ. നാളെ അതീവ സാഹസികമായിട്ടുള്ള നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. അർജുൻ ഭഗവാനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. എന്നിട്ട് അർജുൻ മേൽക്കൂര, ശിബിരത്തിൻ്റെ മേൽക്കൂര ഇങ്ങനെ നോക്കുകയാണ്. പക്ഷെ അർജുൻ ഉറങ്ങാൻ കഴിയുന്നില്ല. അർജുൻ അഭിമന്യുവിനെക്കുറിച്ചും ജയദ്രഥനെക്കുറിച്ചും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അർജുൻ ചിന്തിക്കുകയാണ്, ദ്രൗപദി അപമാനിച്ചപ്പോൾ തന്നെ ജയദ്രഥനെ കൊല്ലേണ്ടതായിരുന്നു. ആ സമയത്ത് യുധിഷ്ഠിരൻ ജയദ്രഥനെ രക്ഷിച്ചു.
പക്ഷേ നാളെ നിന്നെ ആരും രക്ഷിക്കത്തില്ല ജയദ്രഥ എന്ന് അർജുൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച് അർജുൻ ഉറങ്ങിപ്പോവുകയാണ്. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായിട്ടുള്ളൊരു അധ്യായമായിരുന്നു. ഭഗവാന്റെ ആ ഭക്തവത്സലത നമുക്ക് ഒരുപാട് കാണാൻ കഴിയും അല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ അർജുൻ്റെ പരാക്രമം നമുക്ക് കാണാം. ജയദ്രഥനെ കൊല്ലാൻ വേണ്ടി എന്തൊക്കെയാണ് അർജുൻ ചെയ്തത്, ഭഗവാൻ എന്തൊക്കെ ചെയ്തു, അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായങ്ങളിൽ അടുത്തൊരു അധ്യായം വരികയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ രസകരമാണ്. ഒരുപാട് നമുക്ക് ഭക്തർക്ക് പ്രചോദനം ലഭിക്കുന്ന ഒരു ഭാഗമാണ് ഇനി അടുത്ത വീഡിയോ. അടുത്ത വീഡിയോയ്ക്കായിട്ട് എല്ലാവരും കാത്തിരിക്കുക. ഹരേ കൃഷ്ണ. മിക്കവാറും അത് നാളെ ആയിരിക്കും. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.